ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫിഫി ഐലൻഡ് ടൂർ ഡേ ആണ് കേട്ടോ. ഞാൻ ഈ ഗ്രീൻ ഡ്രസ്സാണ് കേട്ടോ ഇന്ന് ഇടുന്നത്. കൂടാതെ ഈ വാട്ടർ മെലൺ കമ്മലും ഇടുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു, ഇത് ഞാൻ ലാസ്റ്റ് ഇയർ ഡൽഹി സരോജിനി മാർക്കറ്റിൽ നിന്ന് മേടിച്ച കമ്മലാണ്. 10 രൂപ എന്തോ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കാരണം ഞങ്ങൾ ഇത്തിരി ലേറ്റായി എണീക്കാൻ. അങ്ങനെ ക്യാബ് കയറി അങ്ങനെ ഒരു ചാർട്ടേഡ് മറൈൻ എന്ന് പറഞ്ഞൊരു ഫെറിയിലെത്തിയിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് ഈ സ്പീഡ് ബോട്ട് കയറി ഈ ഓരോ ഐലൻഡിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ഇടയ്ക്കൊരു പാർക്ക് വിസിറ്റ് ഉള്ള കാരണം നമ്മൾ ഇത് കയറുന്നതിന് മുന്നേ തന്നെ ഒരു 400 ബാത്ത് നമ്മളിവിടെ കൊടുക്കണം. അങ്ങനെ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. പിന്നെ ബോട്ടിൽ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് പുറത്ത് ഊരിയിടണം. അത് അവർ ബോട്ടിൽ കയറ്റി ഇടും. എന്നിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് തിരിച്ചു തരും. അങ്ങനെ ഒരു ബാൻഡ് ഉണ്ട്. ഞാൻ ഈ പച്ച ടീമാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സിന് പറ്റിയ കളർ തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഈ ഫിഫി ഐലൻഡ് എന്ന് പറയുമ്പോൾ ഒരു 4 ഐലൻഡ്സ് ഒക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇതിലൊരു ഐലൻഡിലാണ് നമ്മുടെ ലിയോണാർഡോ ഡികാപ്രിയോ ദ ബീച്ച് എന്ന് പറഞ്ഞ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്രീൻ കളർ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് പെപ്സിയും ഈ ക്രീം ബിസ്ക്കറ്റൊക്കെ തന്നിട്ട് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഇനി അവരിങ്ങനെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു ഈ ബോട്ട് ട്രിപ്പിൻ്റെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറി, കാരണം ഇനി വെള്ളത്തിലിറങ്ങേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ പാർക്കിലെത്തി. ഈ ഐലൻഡിൽ ഉള്ളൊരു പാർക്കാണിത്. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ നല്ല ട്രോപ്പിക്കൽ വൈബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ട്രോപ്പിക്കൽ വൈബ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ #ടാഗ് ഇടുന്നല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ പാർക്ക് മൊത്തം. അങ്ങനെ ഇതാണ് നമ്മുടെ ലിയോണാർഡോ ചേട്ടൻ നമ്മുടെ ഈ ബീച്ച് എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. ലിയോണാർഡോ എൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷായിരുന്നു. അതുകൊണ്ട് എന്തോ രസം തോന്നി. ഇപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും ആ പാദസ്പർശമേറ്റ ബീച്ചിൽ കൂടി എനിക്ക് നടക്കാൻ പറ്റിയല്ലോ, കൃതാർത്ഥയായി. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടോ എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ബോട്ടിൽ കയറി. പിന്നെ ആ കാണുന്നതാണ് മങ്കി ബീച്ച്. അവിടെ ഇറങ്ങിയില്ല, കുറച്ച് ദൂരം നമ്മൾ മങ്കീസിനെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോയിട്ടോ. സ്നോർക്കലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈവ് ചെയ്യില്ല, ജസ്റ്റ് വെള്ളത്തിൻ്റെ മുകളിൽ മാത്രം ഈ സാധനമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ മുങ്ങിക്കിടക്കും. തൊട്ടടുത്തുള്ള അടിയിലുള്ള മീനുകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പം എൻ്റെ ഒരു കമ്മൽ കടലുമ്പോൾ കൊണ്ടുപോയി, വാട്ടർമെലൺ കമ്മൽ അങ്ങനെ പോയി. പിന്നെ കുറച്ച് അണ്ണന്മാരുടെ കൂടെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങൾ ലഞ്ചിന് പോയി. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.